മക്കളെ ഗുഡ് ആഫ്റ്റർനൂൺ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ 10ാമത്തെ ക്ലാസ്സാണ്. ഇതിൻ്റെ ഫോർമുലകൾ പ്രോപ്പർട്ടീസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. നമ്മൾ 6 പ്രോപ്പർട്ടിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ 6ാമത്തെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞു വെച്ചത്. 7, 8, 9 നമ്മൾ ഈ ക്ലാസ്സിൽ പറയും. 7ാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറയാൻ പോകുന്നത് ട്രിഗണോമെട്രിയിൽ നമ്മളെ ഒരു 3 റിസൾട്ട് ഉണ്ടായിരുന്നു. സൈൻ 2 തീറ്റ, കോസ് 2 തീറ്റ, ടാൻ 2 തീറ്റ, ഈ 3 പേരെ ടാൻ തീറ്റൻ്റെ ടേംസിൽ പറയുന്ന റിസൾട്ട് ഉണ്ടായിരുന്നു. ഒന്ന് സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. മൂന്നാമത്തെ ടാൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇവരുടെ ആപ്ലിക്കേഷനിൽ അതിൽ ഇവരുടെ കുടുംബക്കാരായിട്ട് ഇൻവേഴ്സിൽ വരുന്ന 3 എണ്ണമാണ് പ്രോപ്പർട്ടി നമ്പർ 7ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 7th പ്രോപ്പർട്ടി, അതിൽ ഫസ്റ്റ് വൺ സൈൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈഡ് ആൻസർ 2 ടാൻ ഇൻവേഴ്സ് എക്സ്. എല്ലാ എക്സിനും ഒന്നും ഇത് ഹോൾഡ് ചെയ്യില്ല. ഏത് എക്സിനാന്ന് ചോദിച്ചാൽ -1 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1. -1 ആവാം, 1 ആവാം, അതിൻ്റെ ഉള്ളിൽ ഏത് നമ്പറും ആവാം. സെക്കൻഡ് വൺ കോസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ആൻസർ 2 ടാൻ ഇൻവേഴ്സ് എക്സ് തന്നെയാണ് ആൻസർ. പക്ഷേ ഇവിടെ എക്സ് പറയുന്ന കാര്യം വേറെയാണ്, ഡിമാൻഡ് വേറെയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാം, പോസിറ്റീവ് സൈഡിൽ ഏത് നമ്പറും ആവാം. തേർഡ് വൺ ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷനിൽ ടാൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ആൻസർ ഇത് തന്നെ, 2 ടാൻ ഇൻവേഴ്സ് എക്സ് തന്നെ സിംപ്ലിഫൈഡ് ആൻസർ. അവിടെ പക്ഷേ എക്സ് പറയുന്നത് -1 ലെസ് താൻ എക്സ് ലെസ് താൻ 1. ഇതാണ് 7ാമത്തെ പ്രോപ്പർട്ടി. 3 റിസൾട്ട് അത് ഹോൾഡ് ചെയ്യാനുള്ള കണ്ടീഷൻ. സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ 2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്രൊവൈഡഡ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് തന്നെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതിന്റെ പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ചു. First one, sin inverse of 2x divided by 1 plus x square. നമുക്ക് ഇതിനൊന്ന് ചുരുക്കിയിട്ട് എവിടെയാണ് എത്തിക്കേണ്ടത്? 2 ടാൻ ഇൻവേഴ്സ് എക്സിൽ എത്തിക്കണം. അപ്പോൾ പുറത്താരാളുള്ളത്? സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ്. അപ്പോൾ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ആ ബ്രാക്കറ്റിനെ സൈൻ ഓഫ് സംതിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതായത് ആ ബ്രാക്കറ്റ് കിടക്കുന്ന 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ സൈൻ ഓഫ് സംതിങ് ആക്കാൻ വല്ല മാർഗമുണ്ടോ? അതിന് ആ ബ്രാക്കറ്റ് ഉള്ളത് 2x മേലെയും 1 പ്ലസ് എക്സ് സ്ക്വയർ താഴെ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സൈൻ 2 തീറ്റ അല്ലേ. അപ്പം ആ ബ്രാക്കറ്റ് സൈൻ 2 തീറ്റ ആവാൻ പറ്റിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് x ഈക്വൽ ടു ടാൻ തീറ്റ. എക്സിനെ നമ്മൾ ടാൻ തീറ്റ എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കി. സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. എന്താ ഇവിടെ എക്സ് ടാൻ തീറ്റ അല്ലേ, അപ്പം എക്സ് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ആ ബ്രാക്കറ്റുള്ളത് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതാരാ? ഫസ്റ്റ് ഇയറിലെ ഫോർമുല പ്രകാരം അതാണ് സൈൻ 2 തീറ്റ. അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്.
അപ്പം നോക്ക് നിങ്ങൾ സൈൻ ഇൻവേഴ്സ് പുറത്തും സൈൻ ഓഫ് 2 തീറ്റ ഉള്ളിലും. നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 1 ഞാൻ പറഞ്ഞിരുന്നു ഒന്നാമത്തെ റിസൾട്ട് സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ വന്നാൽ തീറ്റ എന്ന് എഴുതാം പ്രൊവൈഡഡ് തീറ്റ ഷുഡ് ബി ഇൻ ദ പ്രിൻസിപ്പൽ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റനെ നിങ്ങൾക്ക് 2 തീറ്റ എന്ന് എഴുതാം പ്രൊവൈഡഡ്. എന്താണ് കണ്ടീഷൻ? ഈ 2 തീറ്റനെ നമ്മൾ അങ്ങനെ കയറൂരി വിടാൻ പറ്റൂല. ആ 2 തീറ്റനെ നമ്മൾ പിടിച്ച് പൂട്ടണം. എവിടെ പൂട്ടണം? 2 തീറ്റനെ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് പൂട്ടണം. എന്താ കാരണം? സൈൻ ഇൻവേഴ്സ് വർക്ക് ചെയ്തപ്പോ അല്ലേ ലാസ്റ്റ് 2 തീറ്റാന്ന് കിട്ടിയത്. സൈൻ ഇൻവേഴ്സ് ജോലി ചെയ്ത് കിട്ടുന്ന ആൻസർ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ വരണം. അപ്പം 2 തീറ്റ മൈനസ് π/2 മുതൽ π/2 വരെയുള്ള ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ വരണം. അപ്പം മൈനസ് π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഇനി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. 2 തീറ്റയിലെത്തില്ല നമ്മൾ. 2 ഇൻറ്റു തീറ്റ ആരാ? ഇതാ ഇവിടെ നോക്ക്. എക്സ് ഇക്വൽ ടു എന്താ പേരിട്ടത്? ടാൻ തീറ്റ. എക്സ് ഇക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ആരാ? തീറ്റ ഈക്വൽ ടു ടാൻ ഇങ്ങോട്ട് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ആവൂലേ. അപ്പം ഈ തീറ്റക്ക് പകരം എന്ത് എഴുതാം? 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് കിട്ടേണ്ടത്, 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി ബാക്കിയുള്ള കണ്ടീഷൻ നമുക്ക് ആ റെഡ് കൊണ്ട് എഴുതിയിലേക്ക് വരിക. മൈനസ് π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്നല്ല എഴുതി വെച്ചത്. ആ 2 തീറ്റ ഉള്ളിടത്ത് തീറ്റ ആക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഈ ഇനീക്വാളിറ്റീനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഉള്ളത് 4 ആവും. 2 തീറ്റൻ്റെ അവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ തീറ്റ ഒറ്റക്കാവും. π/2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ π/4 ആവും. അപ്പം തീറ്റ എവിടെ സഞ്ചരിക്കുന്നത്? മൈനസ് π/4 തുടങ്ങിയിട്ട് π/4 വരെ, -45 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ. ആ റേഞ്ചിലുള്ള തീറ്റൻ്റെ ടാനിനെ പറ്റി ആലോചിക്ക്. എവിടെ തുടങ്ങി എവിടെ വരെ സഞ്ചരിക്കും? π/4ൻ്റെ ടാന് 1, -π/4ൻ്റെ ടാന് -1 അല്ലേ. അപ്പം -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ തീറ്റ അല്ലടാ എക്സ്. അപ്പോൾ ആ ടാൻ തീറ്റ എക്സ് ചെയ്ത് നമ്മൾ കണ്ടീഷൻ റെഡി ആയില്ലേ. സോ ഫസ്റ്റ് 1 കഴിഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത്തത് സെക്കൻഡ്. കോസ് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ 1 - x² ബൈ 1 + x². ഇതിനെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. പുട്ട് x ഈക്വൽ ടു, നോക്ക് പുറത്തുള്ള കോസ് ഇൻവേഴ്സ് അല്ലേ. ഈ ജാതി സിംപ്ലിഫിക്കേഷനിലൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് പുറത്തുള്ള ഇൻവേഴ്സ് ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ട്രിഗണോമെട്രി ആ ബ്രാക്കറ്റിൽ വരുത്തണം. അപ്പോൾ ആ ബ്രാക്കറ്റ് കോസ് ഓഫ് സംതിങ് ആവണം. ബ്രാക്കറ്റ് കോസ് ഓഫ് സംതിങ് ആവണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ടാൻ തീറ്റ തന്നെയാണ്. കാരണം 1 - tan² തീറ്റ ബൈ 1 + tan² തീറ്റ cos 2 തീറ്റ അല്ലേ. അപ്പോൾ ഇത് സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ x ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ എന്താ വരിക ഇവിടെ കോസ് ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ? 1 - tan² തീറ്റ ഡിവൈഡഡ് ബൈ 1 + tan² തീറ്റ. അതെന്താണ്? 1 - tan² തീറ്റ ബൈ 1 + tan² തീറ്റ കോസ് ഓഫ് 2 തീറ്റ. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് ഓഫ് 2 തീറ്റ പ്രോപ്പർട്ടി ഫസ്റ്റ് പ്രകാരം 2 തീറ്റയിലേക്ക് എഴുതാം. പ്രൊവൈഡഡ് 2 തീറ്റ ഷുഡ് ബി ഇൻ ദ പ്രിൻസിപ്പൽ റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π ആയതുകൊണ്ട് നമ്മൾ എഴുതി വെച്ച ഈ 2 തീറ്റ 0 മുതൽ π വരെ പോകാം. അതിൻ്റെ പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നോക്ക്. നേരത്തെ പോലെ തന്നെ x ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ. x ഈക്വൽ ടു ടാൻ തീറ്റയാണ്. തീറ്റ ആരാ? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഈ 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് എഴുതാം. ഇനി ആ റെഡിലേക്ക് നോക്ക്. 0 എന്ന് തുടങ്ങിയിട്ട് π വരെ സഞ്ചരിക്കുന്ന 2 തീറ്റ. അപ്പം അതിൻ്റെ പകുതി തീറ്റ എവിടെ മുതൽ എവിടം വരെ വരും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0/2 0 തന്നെയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. അപ്പോൾ എവിടെ തീറ്റ സഞ്ചരിക്കുക? 0 മുതൽ π/2 വരെ. ആ റേഞ്ചിലുള്ള തീറ്റൻ്റെ ടാൻ എവിടെ തുടങ്ങി എവിടെ വരെ പോവും? 0ൻ്റെ ടാന് 0. എന്നിട്ട് π/2ലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടത് ടാൻ്റെ വില ഇൻക്രീസ് ചെയ്തിട്ട് ഇൻഫിനിറ്റി വരെ കയറി പോവും. അപ്പോൾ അതുവരെ പോകാം ടാൻ തീറ്റയ്ക്ക്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ തീറ്റ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എഴുതാറില്ല, ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ എക്സ്? നമ്മൾ നോക്ക്, നീല കൊണ്ട് എഴുതി നോക്ക്, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ? അപ്പോൾ നോക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ചുരുക്കി പറഞ്ഞാൽ എല്ലാ എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതാണ് സെക്കൻഡ് വൺ. ഇനി മൂന്നാമത്തെ ടാൻ ഇൻവേഴ്സിലാണ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടെണ്ണത്തെ പറഞ്ഞ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സിലേക്ക് തിരിച്ചു വന്നാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. നിങ്ങൾ ആ ബ്രാക്കറ്റുള്ളതൊന്ന് ശ്രദ്ധിച്ച് വായിക്കും. 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അത് ട്രിഗണോമെട്രിയിൽ ആരാണ്? ടാൻ 2 തീറ്റ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ 2 തീറ്റനെ 2 തീറ്റ എന്ന് എഴുതാം, പ്രൊവൈഡഡ് 2 തീറ്റ ഇവിടെ കിടക്കണടാ. ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് കിടക്കണം ഓപ്പൺ ഇൻ്റർവൽ -π/2 ടു π/2. അപ്പം -π/2 ലെസ് ദാൻ 2 തീറ്റ ലെസ് ദാൻ π/2. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പം ഇനി നോക്ക്, ഇതാ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ? അപ്പോൾ തീറ്റ ആരാ? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പം 2 തീറ്റ എന്താവും? 2 ടാൻ ഇൻവേഴ്സ് എക്സ്. പ്രൂഫായി. ഇനി ബാക്കി ആ റെഡിലേത് ഇനീക്വാലിറ്റിയിലേക്ക് തിരിച്ചു പോവാം. -π/2 ലെസ് ദാൻ 2 തീറ്റ ലെസ് ദാൻ π/2. അവിടെ തീറ്റനെ ഒറ്റക്കാക്കാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -π/4 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/4. അപ്പം -π/4 ടു π/4 വരെയാണ് തീറ്റൻ്റെ റേഞ്ച്. അപ്പം അതിൻ്റെ ടാൻ എവിടെ വരിക? -1 ലെസ് ദാൻ ടാൻ തീറ്റ ലെസ് ദാൻ π/4ൻ്റെ ടാൻ 1. അപ്പം -1 ലെസ് ദാൻ ടാൻ തീറ്റ ബ്ലൂ കൊണ്ട് എഴുതി നോക്ക്, എക്സ് അല്ലേ? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. മൂന്നെണ്ണമായല്ലോ. അപ്പോൾ 7th പ്രോപ്പർട്ടി അതിൻ്റെ എക്സ്പ്ലനേഷൻ. നൗ വി ആർ ഗോയിങ് ടു ദ 8th വൺ. അതിൽ 2 റിസൾട്ടാണ്, 3 അല്ല 2 ഉള്ളൂ. അതിന് ട്രിഗണോമെട്രിയിൽ അതിന് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന റിസൾട്ട് നിങ്ങൾ കേട്ട റിസൾട്ടാണ്. സൈൻ 2 തീറ്റക്ക് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, ഓർമ്മല്ലേ? 2 സൈൻ തീറ്റ കോസ് തീറ്റ, ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട് സൈൻ 2 തീറ്റക്ക്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. ഇത് വരുന്ന ഇതിൻ്റെ കണക്ഷൻ വരുന്ന ഒരു റിസൾട്ടാണ് പ്രോപ്പർട്ടി 8ൽ വരുന്നത്. അത് 2 എണ്ണമായിട്ടാണ് പറയുന്നത്. സോ 8th വൺ നല്ലോണം ശ്രദ്ധിച്ചിട്ടോ. അതിൽ ഫസ്റ്റ് റിസൾട്ട് സൈൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ 2 ഇൻറ്റു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ സിംപ്ലിഫൈഡ് ആൻസർ 2 സൈൻ ഇൻവേഴ്സ് എക്സ്, എല്ലാ എക്സിനൊന്നും വാലിഡ് അല്ല കണ്ടീഷൻ, -1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2. ഈ റേഞ്ചിലെ എക്സിന് നിൽക്കാൻ പറ്റുള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് സെയിം സാധനം, LHSന് ഒരു മാറ്റമില്ല. സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ആൻസർ പക്ഷേ പോയത് എങ്ങോട്ടാണ്? സിംപ്ലിഫൈഡ് ആൻസർ പോയത് 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അവിടുത്തെ കണ്ടീഷൻ എക്സ് 1/√2 തുടങ്ങിയിട്ട് മേലോട്ട് അപ് ടു 1 വരെ. അപ്പം രണ്ടും LHS സെയിം ആണ്. ഒന്നിൽ RHSൽ 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്, ഒന്നിൽ 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. രണ്ടിലും എക്സിന്റെ സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കും സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾസ്. അത് ശരിയാവൽ ഇഫ് എക്സ് ബിലോങ്സ് ടു ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ബിലോങ്സ് ടു -1/√2 മുതൽ 1/√2 വരെയുള്ള ക്ലോസ്ഡ് ഇന്റർവൽ. അതേ സാധനം 2 കോസ് ഇൻവേഴ്സ് എക്സ് ആവല് ക്ലോസ്ഡ് ഇന്റർവൽ 1/√2 മുതൽ 1 വരെയുള്ള ഇന്റർവൽ. ഓക്കെ, ഞാൻ ഇതിന്റെ പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, സൈൻ ഇൻവേഴ്സിൽ 2x ഇൻറ്റു റൂട്ട് ഓഫ്, നമുക്ക് എങ്ങോട്ടാണ് എത്തിക്കേണ്ടത്? 2 സൈൻ ഇൻവേഴ്സ് എക്സിൽ. പ്രോപ്പർട്ടി നമ്പർ 7ൽ നമ്മൾ 3 റിസൾട്ടിലും എത്തിച്ചത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? ആ 3ലും നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് ടാൻ തീറ്റ അല്ലേ? ഇവിടെ എങ്ങോട്ടാണ് എത്തേണ്ടത്? 2 സൈൻ ഇൻവേഴ്സ് എക്സ്ക്ക്. അപ്പോൾ ഇവിടെ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷനുകൾ പറയും. അതന്നെ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ.
അപ്പോൾ ഇത് എങ്ങനെ വരിക? സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ 2 ഇൻറ്റു എക്സിന് പകരം നമ്മൾ ഇട്ടത് സൈൻ തീറ്റ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ 2 സൈൻ തീറ്റ അവിടെ നിൽക്കട്ടെ. ആ റൂട്ടിൻ്റെ ഉള്ളിൽ വായിക്ക് റൂട്ട് ഓഫിൻ്റെ ഉള്ളിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എന്താ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ? കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ റൂട്ട് എടുത്താലോ? റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്താവും? കോസ് തീറ്റ. അപ്പോൾ വായിക്ക് ആ ബ്രാക്കറ്റിലുള്ള വായിക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ. നേരത്തെ പറഞ്ഞില്ലേ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് സൈൻ ഓഫ് 2 തീറ്റ. അപ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും വന്നപ്പോൾ നമുക്ക് എന്താവും? 2 തീറ്റ എന്ന് എഴുതാം. 2 തീറ്റ എന്ന് എഴുതാം പ്രൊവൈഡഡ് എന്താണ് കണ്ടീഷൻ? ആ 2 തീറ്റിനെ എവിടെ പൂട്ടണം മക്കളെ? ഹലോ പറയ്. എന്ത് കഴിഞ്ഞപ്പോൾ 2 തീറ്റ കിട്ടി? സൈൻ ഇൻവേഴ്സിന്റെ ജോലി കഴിഞ്ഞപ്പോൾ കിട്ടിയ സാധനം. സൈൻ ഇൻവേഴ്സിന്റെ ജോലി കഴിഞ്ഞ് കിട്ടുന്ന സാധനം സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ വരണം നിർബന്ധ. അപ്പൊ -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ അല്ലേ പേര്? എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ അല്ലേ? അപ്പൊ തീറ്റ എന്താ? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ 2 ഇൻറ്റു ഈ തീറ്റയ്ക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതി, അതവിടെ കഴിഞ്ഞു. ഇനി ബാക്കി റെഡ് കൊണ്ട് എഴുതിയിലേക്ക് വരിക -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. അത് തീറ്റ ഒറ്റക്കാകാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. ആ സ്ഥലത്തുള്ള തീറ്റന്റെ സൈൻ ആലോചിക്ക്. π/4 45 ഡിഗ്രി, -π/4 -45 ഡിഗ്രി. π/4ന്റെ സൈന് 1/√2, -π/4ന്റെ സൈന് മൈനസ് ഓഫ് സൈൻ π/4 -1/√2. അപ്പൊ -1/√2 തുടങ്ങുന്ന സൈന് കയറി വന്നിട്ട് സൈൻ തീറ്റ വന്നിട്ട് 1/√2 വരെ വരും. ആ സൈൻ തീറ്റ അല്ലേ എക്സ്. അപ്പം -1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2. അതാണ് കണ്ടീഷൻ. ഇതേപോലെ സെക്കൻഡിലേക്ക് വരുമ്പം എന്ത് മാറ്റാ വരുന്നത് നോക്കാം. സെക്കൻഡ് LHS ഒരു മാറ്റമില്ല, സൈൻ ഇൻവേഴ്സ് തന്നെയാണ്, സെയിം സാധനം 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് മാറ്റി പിടിക്കണം. എന്താണ് എന്താ കിട്ടേണ്ടത്? 2 കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കേണ്ടി വരും? സൈൻ തീറ്റ കൊടുത്തതിന് പകരം കോസ് തീറ്റ. അപ്പോൾ ഇത് വന്നാൽ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സിൽ 2 കോസ് തീറ്റ എന്നാവും. ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ 1 മൈനസ് എക്സ് സ്ക്വയറിന് പകരം കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സിൽ 2 കോസ് തീറ്റ ഇൻറ്റു റൂട്ടിനുള്ളിൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. എന്താ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ? സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ റൂട്ട് എടുക്കുമ്പോൾ സൈൻ തീറ്റ. അപ്പോൾ അത് സൈൻ ഇൻവേഴ്സിൽ 2 കോസ് തീറ്റ സൈൻ തീറ്റ, അഥവാ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വായിക്കാമല്ലോ. അതാണ് സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 തീറ്റ. ഈ 2 തീറ്റിനെ എവിടെ പൊട്ടണം മക്കളെ? 0 to π സൈൻ ഇൻവേഴ്സാ ജോലി ചെയ്ത്. അവിടെ കൺഫ്യൂഷൻ ആവരുത്. കോസ് ഇൻവേഴ്സ് അല്ല ഇവിടെ ജോലി ചെയ്ത്. ലാസ്റ്റ് സൈൻ ഇൻവേഴ്സാ ജോലി ചെയ്ത്. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് തന്നെ പൂട്ടണം, അവിടെ മാറ്റല്ല. -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഇനി കേട്ടോക്ക്, ആരാ എക്സ്? കോസ് തീറ്റ. അപ്പോൾ തീറ്റ ആരാ? കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇത് 2 കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി ബാക്കി നിങ്ങൾ റെഡ് കൊണ്ട് ഇതിന് ഈക്വട്ടിലേക്ക് വാ. -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. തീറ്റ ഒറ്റക്കാക്കാൻ വേണ്ടി 2 കൊണ്ട് നേരത്തെ പോലെ ഡിവൈഡ് ചെയ്താൽ -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ സ്ഥലത്തുള്ള തീറ്റന്റെ സൈനെ പറ്റിയാ നേരത്തെ ആലോചിച്ചു. ഇവിടെ നിങ്ങൾ എക്സിന് കോസ് തീറ്റയെ കൊടുത്തത്. അപ്പോൾ ഇവിടെ കോസിനെ പറ്റി ആലോചിക്കണ്ടേ. -π/4 മുതൽ π/4 വരെയുള്ള ആംഗിളിന്റെ കോസിന്റെ വില എവിടെ മുതൽ എവിടം വരെ സഞ്ചരിക്കും? π/4 45 ഡിഗ്രി, അതിന്റെ കോസ് 1/√2. -π/4ന്റെ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെ ആയതുകൊണ്ട് കോസ് ഓഫ് -π/4 കോസ് π/4 തന്നെ ആയതുകൊണ്ട് രണ്ടും 1/√2 ആ വരിക. π/4ന്റെ കോസും -π/4ന്റെ കോസും 1/√2 ആ. അപ്പൊ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും 1/√2 ഉണ്ടാവുക. പിന്നെ -π/4ന്റെ π/4ന്റെ ഉള്ളിൽ 0 ഉണ്ടാവൂലേ?
സീറോൻ്റെ കോസ് എത്രയാ? 1. അതാണ് ടോപ്പ് കോസ്. അപ്പോൾ ഇവിടെ കോസ് സഞ്ചരിക്കുക 1/√2 ഏറ്റവും ചെറുത് π/4 -π/4 ഏറ്റവും ചെറുത് 1/√2 വരും. പിന്നെ മൂപ്പര് കയറിയിട്ട് മുകളിലേക്ക് 1 വരെ പോകും. 0 തീറ്റ 0 വരുമ്പം കോസ് 1 ആവും. അതാണ് 1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് തീറ്റയാണ് നമ്മൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയത്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. -π/4 -1/√2 വരൂല. -π/4 കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ആയതുകൊണ്ട് -π/4 കോസ് ഓഫ് π/4 തന്നെയാണ്. 1/√2 ആണ്. π/4നും 1/√2 ആണ്. അപ്പോൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒരേ ഹൈറ്റ് 1/√2. അതിൻ്റെ ഇടയിൽ 0-ലെത്തുമ്പോൾ കോസ് 1 ആവും. അപ്പോൾ കോസ് അവിടെ സഞ്ചരിക്കുക 1/√2 മുതൽ 1 വരെ. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഇതിൽ 2 റിസൾട്ട് ഉള്ളല്ലോ, അത് കഴിഞ്ഞു. ഇനി 9ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. അതിൽ 3 റിസൾട്ടാണ് കേട്ടോ. അതിൽ 3 റിസൾട്ട് ട്രിഗണോമെട്രിയിൽ നിങ്ങൾ കേട്ടിരുന്നു. ഒരു 3 റിസൾട്ട്. sin 3θ 3 sin θ minus 4 sin cube θ, cos 3θ 4 cos cube θ minus 3 cos θ, tan 3θ 3 tan θ minus tan cube θ divided by 1 minus 3 tan square θ. ആ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവേഴ്സിലെ 3 റിസൾട്ടാണ് പറയാൻ പോകുന്നത്. പ്രോപ്പർട്ടി നമ്പർ 9. അതിൽ ഫസ്റ്റ് വൺ, സൈൻ ഇൻവേഴ്സിനകത്ത് 3x മൈനസ് 4x ക്യൂബ്. ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ആൻസർ 3 സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടും. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, എക്സിന് ഒരു പ്രത്യേക സ്ഥലത്തേ വരാൻ പറ്റുള്ളൂ. -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അവിടെ ഉള്ള എക്സിന് അത് നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ വന്നതെന്ന്. സെക്കൻഡ്, കോസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ 4x³ മൈനസ് 3x 4x³ മൈനസ് 3x. ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ആൻസർ 3 കോസ് ഇൻവേഴ്സ് എക്സ്. അവിടെ കണ്ടീഷൻ 1/2 എന്ന് തുടങ്ങിയിട്ട് എക്സിന് 1 വരെ പോകാം അതിൻ്റെ ഉള്ളിൽ കേട്ടോ. തേർഡ് വൺ, ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ 3x മൈനസ് എക്സ് ക്യൂബ് മേലെ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x². സിംപ്ലിഫൈഡ് ആൻസർ 3 ടാൻ ഇൻവേഴ്സ് എക്സ്. അവിടെ കണ്ടീഷൻ പ്രൊവൈഡഡ് -1/√3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/√3. അവിടെ ലെസ് ദാൻ ഈക്വൽ ടു ഇല്ല. ഇതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടിയിലെ 3 റിസൾട്ട്. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, സൈൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ എന്താണ് ഉള്ളത്? 3x 4x³ മൈനസ് ചെയ്യാം. നമുക്ക് ഇതിനെ എങ്ങോട്ട് എത്തിക്കേണ്ടത്? 3 സൈൻ ഇൻവേഴ്സ് എക്സ്. കഴിഞ്ഞ പ്രോപ്പർട്ടി 8 നമുക്ക് 2 സൈൻ ഇൻവേഴ്സ് എക്സിൽ എത്തിക്കണമായിരുന്നു. അവിടെ നമ്മൾ എക്സിന് സൈൻ തീറ്റ ഇട്ടു. 2 കോസ് ഇൻവേഴ്സ് എക്സിൽ എത്തിക്കണമായിരുന്നു. അവിടെ നമ്മൾ എക്സിന് കോസ് തീറ്റ ഇട്ടു. അതിൻ്റെ മുമ്പത്തെ 7ാമത്തെ പ്രോപ്പർട്ടിയിൽ 3 2 ടാൻ ഇൻവേഴ്സ് എക്സിലേക്കായിരുന്നു എത്തേണ്ടിയിരുന്നത്. 3 നമ്മൾ എക്സിന് ടാൻ തീറ്റ കൊടുത്തു. ഇവിടെ എത്തേണ്ടത് സൈൻ ഇൻവേഴ്സിലേക്ക് ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ x ഈക്വൽ ടു സൈൻ തീറ്റ x ഈക്വൽ ടു. അപ്പം ഇത് സൈൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ആ ബ്രാക്കറ്റിൽ ശ്രദ്ധിച്ച് വായിക്ക്. ഫസ്റ്റ് ഇയറിലേക്ക് ഒന്ന് പോ. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്താടാ? സൈൻ ഓഫ് 3 തീറ്റ. നോക്ക് നിങ്ങൾ, സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ സൈൻ ഓഫ് 3 തീറ്റ എന്തെഴുതാം? 3 തീറ്റ എന്ന് എഴുതാം. പക്ഷേ 3 തീറ്റനെ നമ്മൾ പിടിച്ച് പൂട്ടണം. എവിടെ പൂട്ടണ്ടേ നിങ്ങൾ പറയും? എവിടെടാ? സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ. ശരിയാ. എന്താ റേഞ്ച്? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. അപ്പം -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. അതവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ചു വന്നാൽ നമുക്ക് നമ്മളുടെ പേരെന്താ? x ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പോൾ തീറ്റ ആരാ? അതന്നെ 3. തീറ്റയ്ക്ക് പകരം തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ 3 സൈൻ ഇൻവേഴ്സ് എക്സ്.
ഇനി നിങ്ങൾ റെഡിലെ ഏരിയയിലേക്ക് വാ. -π/2 <3 തീറ്റ <π/2. അവിടെ തീറ്റനെ ഒറ്റക്കാക്ക്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യ്. അപ്പൊ ഇവിടെ 2 × 3 6 ആവും. -π/6 ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ തീറ്റ ആവും. ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ π/6 ആവും. അപ്പൊ തീറ്റ എവിടെയാ സഞ്ചരിക്കുന്നത്? -π/6 to π/6 -30 മുതൽ 30 വരെ. അതിന്റെ സൈൻ ആലോചിക്ക്. 30 സൈൻ 1/2, -30 സൈൻ -1/2. അപ്പൊ -1/2 sin തീറ്റ < 1/2. അപ്പൊ -1/2 sin തീറ്റ അല്ലടാ എക്സ്. നീലോണ്ട് എഴുതിയാ നോക്ക്, ബ്ലൂ എങ്കിൽ എഴുതിയാ നോക്ക്. x sin തീറ്റ അല്ലേ? അപ്പൊ 1/2. ഓക്കെ. ഇനി സെക്കൻഡ്. അവിടെ കോസ് ഇൻവേഴ്സിന്റെ ബ്രാക്കറ്റിൽ (4x³ - 3x) എന്താ കിട്ടേണ്ടത്? 3 cos ഇൻവേഴ്സ് x. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ അതന്നെ കോസ് തീറ്റ. അപ്പൊ എന്താണിത്? കോസ് ഇൻവേഴ്സിൽ 4x³ പകരം x cos തീറ്റ ആകുമ്പോൾ 4 cos³ തീറ്റ -3 × x പകരം cos തീറ്റ. ആ ബ്രാക്കറ്റിലൊന്ന് വായിക്കടാ, ശ്രദ്ധിച്ച് വായിക്ക്. 4 cos³ തീറ്റ -3 cos തീറ്റ. മൂപ്പരാണ് ഫസ്റ്റ് ഇയറിലെ കോസ് ഓഫ് 3 തീറ്റ. അപ്പൊ കോസ് ഇൻവേഴ്സും കോസും കൂടി വന്നപ്പോൾ അത് 3 തീറ്റ എന്ന് എഴുതി. പ്രൊവൈഡഡ് ദ കണ്ടീഷൻ 3 തീറ്റ ഷുഡ് ബി ഇൻ ദ പ്രിൻസിപ്പൽ റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ്. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ 0 to π. സോ 0 < 3 തീറ്റ < π. ഇനി നോക്ക്, എക്സ് എന്താ? കോസ് തീറ്റയാണ്. അപ്പൊ തീറ്റ എന്താ? കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ 3 × തീറ്റക്ക് പകരം എന്ത് എഴുതാം? കോസ് ഇൻവേഴ്സ് എക്സ് എഴുതി. 3 × cos ഇൻവേഴ്സ് x. ഇനി നിങ്ങൾ ആ റെഡ് കൊണ്ട് എഴുതിയ സ്ഥലത്തേക്ക് വാ. 3 തീറ്റ ഉള്ളവർക്ക് തീറ്റ ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഇനീക്വാളിറ്റിനെ ഡിവൈഡ് ചെയ്താൽ 0/3 0 < തീറ്റ. ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പം π/3. അപ്പൊ തീറ്റ എവിടെ സഞ്ചരിക്കുന്നത്? 0 മുതൽ π/3 വരെ. ഡിഗ്രിയിൽ പറഞ്ഞാൽ 0 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ. ആ സ്ഥലത്ത് സഞ്ചരിക്കുന്ന തീറ്റന്റെ കോസ് എവിടെ മുതൽ എവിടം വരെ സഞ്ചരിക്കും? 0ന്റെ കോസ് എത്രയാടാ? 1 കോസ് തീറ്റ. π/3 60 ഡിഗ്രിന്റെ കോസ് 1/2. അപ്പൊ ഇതെന്താ സംഭവിച്ചത്? ഇത് 1 തുടങ്ങി താഴോട്ട് പോയതാ. കോസിന്റെ ഗ്രാഫ് അവിടെ ഡിക്രീസ് ചെയ്യില്ല. 0 തുടങ്ങുമ്പോൾ ടോപ്പ് കോസ്, പിന്നെ അങ്ങനെ താഴോട്ട് വരില്ല. π/2 എത്തുമ്പോൾ 0 ആവും. അപ്പോ ഇനീക്വാളിറ്റി എന്താവും അറിയോ? റിവേഴ്സ് ആവും. അല്ലെങ്കിൽ പ്രശ്ന. റിവേഴ്സ് ആവാനുള്ള കാരണം 0 തുടങ്ങുമ്പോൾ ടോപ്പ് കോസ് ആണ്. മേലോട്ട് ആംഗിൾ കൂടുമ്പോൾ കോസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഗ്രാഫിന്. സോ 1 > കോസ് തീറ്റക്ക് പകരം എക്സ് അല്ലേ കോസ് തീറ്റ. അപ്പൊ തിരിച്ചു വായിച്ചാളാ. ചെറുതാദ്യം വായിച്ചോ. 1/2 < x < 1. അതാണ് സെക്കൻഡ്. ആ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവാനുള്ള കാരണം ആ ഫംഗ്ഷൻ കോസ് അവിടെ ഡിക്രീസിങ് ആയതുകൊണ്ടാണ്. ചെറിയ നമ്പറിന് വലിയ കോസും വലിയ നമ്പറിന് ചെറിയ കോസും ഉള്ള അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇനീക്വാളിറ്റി റിവേഴ്സ് ആയത്. ഓക്കെ. ഇനി തേർഡ് വൺ. ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളില് 3x - x³ ഡിവൈഡഡ് ബൈ 1 - 3x² കിട്ടേണ്ടത് എന്താണ്? 3 ടാൻ ഇൻവേഴ്സ് x. അപ്പം നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ x tan തീറ്റ. അപ്പൊ ഇത് ടാൻ ഇൻവേഴ്സിലേക്ക് തിരിച്ചു വന്നാൽ ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളില് 3 ടാൻ തീറ്റ മൈനസ് x³ എന്താവും? ടാൻ ക്യൂബ് ആവും. ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 - 3 × x² എന്താവും? ടാൻ സ്ക്വയർ തീറ്റ ആവും. അതൊന്ന് വായിക്കുക. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്, ടാൻ ഇൻവേഴ്സ് ഓഫിൻ്റെ ഉള്ളിലുള്ളതൊന്ന് വായിക്കുക. 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 - 3 ടാൻ സ്ക്വയർ തീറ്റ. അതാരാ? ആ ട്രിഗണോമെട്രിയിൽ ടാൻ ഓഫ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ട്രിഗണോമെട്രി ഞാൻ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡറിയിലേക്ക് വളരെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ കാൽക്കുലസിൽ കയറുമ്പോൾ ഇതിനേക്കാണ് കൂടുതൽ ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പം ട്രിഗണോമെട്രി എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം നോക്ക്, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3 തീറ്റ. എന്താ കണ്ടീഷൻ? 3 തീറ്റനെ നമ്മൾ എവിടെ പൂട്ടണം?
ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2. അപ്പം -π/2 ലെസ് ദാൻ 3 തീറ്റ ലെസ് ദാൻ π/2. ഇനി നോക്ക് x tan θ അല്ലേ നമ്മൾ പേര് വിളിച്ചിരുന്നത്. അപ്പോൾ തീറ്റ ആരാ? തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ് ആവും. അപ്പോൾ 3 × തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് എഴുതി അതവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇനീക്വാളിറ്റിൻ്റെ അടുത്തേക്ക് വന്നാൽ -π/2 ലെസ് ദാൻ 3 തീറ്റ ലെസ് ദാൻ π/2. ആ 3 തീറ്റ ഉള്ളിടത്ത് തീറ്റ ഒറ്റക്കാക്കാൻ വേണ്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -π/6 ലെസ് ദാൻ 3 തീറ്റ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ π/6. അപ്പോൾ തീറ്റ -π/6 to π/6 -30° to 30°. അതിൻ്റെ ടാന് -π/6ൻ്റെ ടാന് -1/√3 ലെസ് ദാൻ ടാൻ തീറ്റ ലെസ് ദാൻ π/6ൻ്റെ ടാന് 1/√3 π/6ൻ്റെ ടാന് 1/√3. ഇനി ദാറ്റ് ഈസ് ഈ ടാൻ തീറ്റല്ലേ എക്സ്. അപ്പം -1/√3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/√3. അതാ പറഞ്ഞത് -1/√3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/√3. കഴിഞ്ഞല്ലോ. അപ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി. 9 പ്രോപ്പർട്ടി അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഈ പ്രൂഫ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഈ റിസൾട്ടുകളൊക്കെ ചിലപ്പോൾ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെ സിംപ്ലിഫൈ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇത് തെളിയിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ ചുരുക്കി എഴുതുന്നത് പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ കാണാതെ എഴുതാൻ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പ്രോബ്ലംസൊക്കെ ഞാൻ അയച്ചു തരും. അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ.